പാലക്കാട് എലപ്പള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ മർത്തോമ സഭ. മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള തീരുമാനം നാടിനെ നാശത്തിലേക്ക് തള്ളിവിടുമെന്ന് സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മർത്തോമ മെത്രാപ്പൊലീത്ത പറഞ്ഞു. സർക്കാരിന്റെ പ്രധാന വരുമാനം മദ്യവിൽപ്പനയാണെന്നും വിമർശനമുണ്ട്. മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടന വേദിയിലായിരുന്നു സഭാധ്യക്ഷന്റെ സർക്കാർ വിരുദ്ധ പരാമർശം. വിവാദങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായി കേരളം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ മർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മെത്രാപ്പൊലീത്ത എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള സർക്കാർ തീരുമാനത്തെ തുറന്നു വിമർശിച്ചു. സർക്കാരിന്റെ പ്രധാന വരുമാനം മദ്യവിൽപ്പനയിൽ നിന്നായതിനാൽ മദ്യ ഉപഭോഗത്തെ സർക്കാരും ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? പാലക്കാട്ട് ബ്രൂവറി തുറക്കാനായി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ ഇപ്പോൾ തന്നെ മദ്യത്തിൽ മുങ്ങിയ ഈ നാടിനെ സർവനാശത്തിലേക്ക് നയിക്കുമോ എന്നതാണ് നമ്മുടെ ഉത്കണ്ഠ. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി സമയബന്ധിതമായി കർമ്മ പദ്ധതി പൂർത്തിയാക്കാൻ സർക്കാർ ഇച്ഛാശക്തി കാണിക്കണം. ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാർ നീതി കൈവിടരുത്. കേരളത്തിൽ നവീൻ ബാബു എന്ന ഉന്നത ഉദ്യോഗസ്ഥന്റെ വേർപാട് കേരള സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന അപജയത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ആ പ്രിയപ്പെട്ട കുടുംബത്തിന് ദൈവകൃപയുടെ തണൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്നത് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സർക്കാരുകളും നേതൃത്വമുള്ളവരും ഒരു സാഹചര്യത്തിൽ നീതിബോധം കൈവിടരുത്. മതനിരപേക്ഷതയും ജനാധിപത്യവും വെല്ലുവിളി നേരിടുന്നുവെന്നും ഇത് ചെറുക്കണമെന്നും മർത്തോമ സഭാധ്യക്ഷൻ ആഹ്വാനം ചെയ്തു. 130ാമത് മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടനത്തിന് കോഴഞ്ചേരി പമ്പ മണപ്പുറത്ത് ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. വിവിധ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും മാരാമൺ കൺവെൻഷനിൽ പങ്കെടുത്തു. 24 പത്തനംതിട്ട.